ഹലോ ഹായ് ഫ്രണ്ട്സ്, മാജിക് ടച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇതുപോലെ ഒരു ഫ്രോക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കട്ട് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. ഞാനിത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പഴയ തുണികളുണ്ടായിരുന്നു, അതുകൊണ്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് ഫസ്റ്റ് ഒന്ന് അയൺ ചെയ്തിട്ടെടുക്കാം. അയൺ ചെയ്തതിന് ശേഷം ഞാൻ ഈ മെഷർമെൻറ്റ്സൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മളൊരു ചുരിദാറിനൊക്കെ എങ്ങനെയാണ് മെഷർമെൻറ്റ്സ് ചെയ്യുന്നത് വെച്ചാൽ അതുപോലെ തന്നെയാണ് ഇതിലും ഞാൻ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി മെഷർമെൻറ്റ്സ് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഒരു ചുരിദാറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുന്നേ, അതിലൊന്ന് പോയിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഈ മാർക്ക് ചെയ്തിട്ടുള്ള മെഷർമെൻറ്റ്സിൻ്റെ ഈ ഇതിലൂടെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. പിന്നെ ചുരിദാറിൽ നിന്നും ഞാൻ ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഹിപ്പ് സൈസ് ഒന്ന് ബൾജ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ബൾജ് ചെയ്തിട്ട് മാർക്ക് ചെയ്യുക. അതുപോലെ അടിയിൽ ആ മുട്ടിൻ്റെ വശത്തിൽ ഒരിത്തിരി ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ. ഇനി നമുക്കിതായി ഞാൻ ഈ ക്രോസ് മാർക്ക് ചെയ്തിട്ടുള്ള അവിടുന്ന് നമുക്ക് അടി വരെ നമുക്ക് കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കണം. ഞെറികൾ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴയ കുറച്ച് ചുരിദാറിൻ്റെയും അതിൻ്റെയൊക്കെ ബാലൻസ് വന്നിട്ടുള്ള തുണിയാണ്. അത് വെച്ചിട്ടാണ് ഞാൻ ഞൊറി വിട്ട് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം. സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് നമ്മുടെ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഇനി നമുക്കിതിൻ്റെ കൈയും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഞാൻ നെക്ക് ചെയ്തപ്പോൾ അത് വിട്ടുപോയി. ഇനി നമ്മൾ ഇതുപോലെ ഇനി അഥവാ എങ്ങാനും നിങ്ങളിങ്ങനെ വിട്ടു പോവുകയാണെങ്കിൽ അതിങ്ങനെ മറച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ ചെയ്യാം.
ഇനി ഇത് മറിച്ചിട്ടതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മേൽഭാഗത്ത് കൂടി ഒന്നുകൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പം ഞാനിതിൻ്റെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒന്ന് നെക്കും അതുപോലെ തന്നെ ഹാൻഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് ജോയിൻ ചെയ്തിട്ടെടുക്കാം. അപ്പം നമ്മൾ നെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഞൊറിവ് ഇട്ട് കൊടുക്കാനുള്ള തട്ടുകൾ ഇട്ട് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2.5 ഇഞ്ചിലൊരു പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ജോയിൻ ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ എല്ലാ ചെറിയ ചെറിയ പീസസാണ്, അതൊക്കെ നമുക്കൊന്ന് ഇതുപോലെ ജോയിൻ ചെയ്തിട്ടെടുക്കണം. അപ്പം ഞാനിത് മൊത്തം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ വക്കൊന്ന് അടിച്ചു കൊടുക്കാം, ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. ഞാൻ ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ പൈക്കോട്ട് ഫുഡ് യൂസ് ചെയ്തിട്ട് ഓവർലോക്ക് ചെയ്യാനായിരുന്നു വിചാരിച്ചതിന്. അപ്പോൾ എന്താണെന്ന് അറിയില്ല, മെഷീനിന് ചെറിയൊരു കംപ്ലൈൻറ്റ്. അപ്പോൾ ഞാനത് ആ ഒരു ശ്രമം ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ നോർമലി വക്കടിച്ചു കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. മെഷീൻ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് തന്നെ സ്റ്റിച്ചൊന്നും അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ടില്ല.
നമുക്ക് ഈ ഒരു പീസ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഞാൻ അടിവശത്തു നിന്നാണ് ഞൊറിവിട്ട് തുടങ്ങുന്നത്. ഇതുപോലെ വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തിട്ട് തുടങ്ങാം. അതുപോലെ ബാക്കിയുള്ള പീസസ് മൊത്തം നമ്മൾ മുകളിൽ ക്രോസ് മാർക്ക് ചെയ്ത്, അതായത് മുട്ടിൻ്റെ കുറച്ച് മുകൾ വശം വരെയാണ് ഞൊറിവ് ചെയ്യുന്നത്. അതുവരെ അതുപോലെ ഞൊറി ഇട്ട് കൊടുക്കുക. അപ്പം ഞാനത് മൊത്തം ഒന്ന് ഞൊറിവിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ അപ്പം ഞാനിതിൻ്റെ നെക്കിൻ്റെ പോർഷനിൽ ഒരു ഇത്തിരി കലാപരിപാടികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ഇത്തിരി പെയിൻറ്റൊക്കെ കൊടുത്തിട്ട്, പൂക്കളൊക്കെ വരച്ചിട്ട് പെയിൻറ്റൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ആ ഒരു പരിപാടിയിലേക്ക് പോവാം. നമുക്കറിയാവുന്ന ചെറിയ ചെറിയ പൂക്കളൊക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അത്ര വലിയ ചിത്രകാരികളൊന്നും അല്ലെങ്കിലും നമുക്കൊരിത്തിരി പൂവൊക്കെ വരക്കാനുള്ള കഴിവൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ വരച്ചു കൊടുക്കുക. ഇതുപോലെ പെയിൻറ്റ് ചെയ്യുക. അത്രക്ക് വലിയ പെർഫെക്ഷൻ ഒന്നും ആയിട്ടില്ല. പെയിൻറ്റ് ചെയ്യാനൊന്നും അറിയില്ല. അറിയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടുക. അപ്പോൾ ഒരു വിധം ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് സ്റ്റിച്ചിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നാളെ, അതായത് ഒരു ദിവസമെങ്കിലും നമ്മൾ വെക്കണതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട്. ഉണങ്ങിയതിന് ശേഷം ഞാൻ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ക്രോസിൽ ഇങ്ങനെ ചെറിയ ചെറിയ ക്രോസ് പീസസ് എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട്, അതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം.
ഇനി ബാക്കിയുള്ള ഈ പീസസും കൂടെ നമുക്കൊന്ന് അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഫ്രോക്ക്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്.